ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദിയാസ് ടേസ്റ്റി കിച്ചൺ. ഇന്ന് ഞാൻ ഒരു ചായക്കട പലഹാരമായ മടക്കസാനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1.5 കപ്പ് മൈദാമാവ് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മടക്കസാൻ്റെ ആ മഞ്ഞ കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതെല്ലാം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതെല്ലാം ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്നത് പോലെ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവത്തിലായാൽ മതി. ഞാൻ പച്ചവെള്ളം ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഇപ്പം ഞാൻ ഈ മൈദാമാവ് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ഒരല്പം എണ്ണയും കൂടി ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിൻ്റെ മോൾ ഭാഗം ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ തടവി കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ മൈദാമാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. ഇതിനെ രണ്ടാക്കാതെ ഒന്നിച്ച് വേണമെന്നുണ്ടെങ്കിലും പരത്തിയെടുക്കാം. രണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് വലുപ്പമായി പോകുന്നത് കൊണ്ടാണ് ഞാൻ രണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഈ രണ്ടാക്കി ഇതിനെ നമുക്ക് ഓരോ ബോൾസ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ 2 ബോൾസും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്ത് അതിലേക്ക് കുറച്ച് എണ്ണയും കൂടി തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബോൾ ഒരെണ്ണം എടുത്ത് ഇതിന് മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. കൗണ്ടർ ടോപ്പിൽ നമ്മൾ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ച് മൈദാമാവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് പകർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പം നമുക്ക് ലെയേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പമായിരിക്കും. ഇപ്പോൾ ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഓയിൽ തേച്ച് കൊടുക്കണം. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ മൈദാമാവ് വീണ്ടും ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ബ്രഷ് കൊണ്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുക്കണം. ഇപ്പം ഞാൻ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് മൈദാമാവ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ മൈദാമാവ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ പരത്തി മൈദാമാവ് എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കിയെടുക്കണം. നമ്മൾ ഓയിൽ ആദ്യം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് മൈദാമാവ് ഈ ഓയിലൊന്ന് മിക്സ് ആയി പോവും. ഇപ്പം ഞാൻ മൈദാമാവ് നന്നായിട്ട് എല്ലാ സൈഡിലും ആക്കി കൊടുക്കണം. ഇനി നമുക്കിത് മടക്കിയെടുക്കാം. ഇതിങ്ങനെ മടക്കിയെടുക്കുമ്പോൾ ഞാൻ മൈദാമാവ് അതിനിടയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യമേ കൗണ്ടർ ടോപ്പിൽ നമ്മൾ ഓയിൽ തേച്ചതിന് മുകളിൽ കുറച്ച് മൈദാമാവ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ അതിന് മുകളിൽ ഇങ്ങനെ മാവ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ഇതിങ്ങനെ മുഴുവനും മടക്കി എടുക്കാം. ഇപ്പം ഞാൻ ഇത് മുഴുവനും മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു വലുപ്പത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിനെ 5 എണ്ണമാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ വീണ്ടും കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിനെ ഇങ്ങനെയൊന്ന് പരത്തിയെടുക്കാം. ഇപ്പം ഞാൻ ഒരെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ആ ഒരു വലുപ്പത്തിൽ പരത്തിയെടുത്താൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഇങ്ങനെ പരത്തിയെടുക്കാം. ഇത് മുഴുവൻ ഇങ്ങനെ പരത്തി വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പും കൂടി തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ സ്പൂണിൽ കോരി ഒഴിക്കുമ്പോൾ ഓരോ തുള്ളിയായിട്ട് വീഴുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു ചീനച്ചട്ടിയിൽ ഇത് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന മടക്ക ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം വേണം മടക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. സ്റ്റൗ ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂട് കിട്ടത്തില്ല. അപ്പോൾ ലെയേഴ്സ് ഒന്നും കറക്റ്റായിട്ട് വരില്ല. ഒരു സൈഡ് ഒന്ന്
ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരുമ്പോഴേക്കും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തോണ്ടേ ഇരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് പെട്ടെന്ന് അങ്ങ് കളർ മാറിപ്പോവും. ഇത് ലെയേഴ്സൊക്കെ ആയി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും സ്റ്റവ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് സമയം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഫ്രൈ ആയി കിട്ടും. ഇപ്പം ഞാൻ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ മടക്കസാനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ലെയേഴ്സൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇത് മറ്റേ സൈഡിലും ഇതുപോലെ തന്നെ 1 സ്പൂൺ ഷുഗർ സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പിൻ്റെ ഉള്ളിലേക്ക് ഇത് മുക്കിയെടുക്കാം. ഇത് മുക്കിയിട്ട് അധികം സമയം വെച്ചുകൊണ്ടിരിക്കരുത്, പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റുക. അങ്ങനെയും വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മടക്കസാൻ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്